ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് വിമാന കമ്പനികളാണ് എയർബസും ബോയിങ്ങും. അമേരിക്കൻ ഭീമന്മാരായ ബോയിങ്ങും യൂറോപ്യൻ ഭീമന്മാരായ എയർബസും പുതിയ പുതിയ മോഡലുകൾ ഇറക്കി വ്യോമയാന രംഗത്തെ വരുതിയിലാക്കിയിരിക്കുകയാണ് ഈ രണ്ട് കമ്പനികളും. എന്നാൽ ബോയിങ്ങിന്റെ പുതിയ ബ്രാൻഡായ മാക്സ് 737-9 ജെറ്റ് കമ്പനിക്ക് തന്നെ ഇപ്പോൾ തലവേദന ആയിരിക്കുകയാണ്. അടുത്തിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാക്സ് 9 സേഫ്റ്റി ഇഷ്യൂസ് കാരണം കമ്പനിയുടെ സിഇഒയ്ക്ക് തന്നെ ഇപ്പോൾ സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ കമ്പനി സിഇഒ ഡേവ് കാൽഹോൺ സ്ഥാനമൊഴിയാൻ പോകുകയാണ്. പെട്ടെന്നുള്ള സ്ഥാനമൊഴിയാൻ കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടന്ന രണ്ട് വലിയ വിമാനാപകടങ്ങളും കഴിഞ്ഞ ജാനുവരിയിൽ അമേരിക്കയിലെ ഒറിഗോണിൽ നടന്ന അലാസ്ക എയർ ഇൻസിഡന്റുമാണ്. 177 യാത്രക്കാരുമായി 16,000 അടി മുകളിലൂടെ മാക്സ് 9 ജെറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗേറ്റ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിഭീകരമായ ഈ സാഹചര്യത്തിലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ പൈലറ്റുമാർക്ക് സാധിക്കുകയായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത് പാനൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന 4 ബോൾട്ടുകൾ ഇല്ലെന്നായിരുന്നു എന്നാണ്. ഇതോടുകൂടി പല എയർലൈനുകളും തങ്ങളുടെ മാക്സ് 737 വിമാനങ്ങൾ നിലത്തിറക്കാൻ നിർബന്ധിതരായിരുന്നു. അതോടുകൂടി പോപ്പുലർ ബ്രാൻഡായ മാക്സ് 737ന്റെ ഡിമാൻഡും എയർ സ്പേസ് ലോകത്ത് കുറയാൻ തുടങ്ങുകയും ചെയ്തു. ഇത് കമ്പനിയുടെ ലാഭത്തെ വളരെയധികം ബാധിക്കുകയും ചെയ്തു. 2018 ഇന്തോനേഷ്യയിലും 2019 എത്യോപ്യയിലും നടന്ന വിമാന അപകടങ്ങളിൽപ്പെട്ടത് ബോയിങ് 737ന്റെ മോഡലുകളായിരുന്നു. 350 ജീവനുകളാണ് ഈ രണ്ട് അപകടങ്ങളിലൂടെ പൊലിഞ്ഞുപോയത്. ജപ്പാനിലെ ഒസാക്ക നഗരത്തിലേക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഉയർന്ന ബോയിങ് 777 വിമാനത്തിന്റെ ഒരു ടയർ ടേക്ക് ഓഫിന് ശേഷം താഴേക്ക് അടർന്നു വീഴുന്നതും സോഷ്യൽ മാധ്യമങ്ങളിൽ വൈറലാണ്. തങ്ങളുടെ എതിരാളികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ തങ്ങൾ സന്തുഷ്ടരല്ലെന്നും ഇത് മൊത്തം വ്യോമയാന രംഗത്തെ ബാധിക്കുമെന്നാണ് എയർബസ് സിഇഒ ബോയിങ് 737ന്റെ പ്രശ്നങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞത്.